ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആദ്യമേ ഉണ്ടല്ലോ ഡാൻസൊക്കെ കളിച്ച് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മൾ മോളെ ബോട്ടൊക്കെ ചെയ്യിച്ചാൻ വേണ്ടി പോവാണ് കേട്ടോ, മോളെ വീട്ടിലേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മോള് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവളെ കല്യാണം കഴിച്ചെടുത്ത് ഉച്ചരക്കടവാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി അവളെ വോട്ട് ചെയ്യിച്ചിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നമ്മളെ കുടുംബത്തിൽ നല്ല അടിപൊളി കല്യാണം വരുന്നുണ്ട് കേട്ടോ. കാക്കൻ്റെ മോൻ്റെ മുട്ടയെടുക്കലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ എടുക്കും വേണം. അപ്പോൾ ഒക്കെ പാടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമോനുണ്ടല്ലോ വണ്ടി കയറിയാൽ അവന് നല്ല പാട്ടിടണം, അതേമാതിരിക്ക് തന്നെ ഡാൻസൊക്കെ കളിക്കണം കേട്ടോ. നല്ല ഒച്ചയിൽ തന്നെ പാട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ സൗണ്ടൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് വോയിസ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മേലാറ്റൂരൊക്കെ എത്തിയിട്ടുണ്ട്. അന്ന് മേലാറ്റൂരിൽ നിന്ന് ഉച്ചരകടക്ക് എത്തുന്നു വേണ്ട, അന്ന് കുറച്ച് കണ്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ വോട്ടൊക്കെ ചെയ്ത് തിരിച്ചു പോരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു ഡ്രസ്സൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമോന് ഷർട്ടും ഫാൻറ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും പാടെ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അതാ ഞാനുണ്ടല്ലോ ഇനി കല്യാണ വീഡിയോ ആയിരിക്കും 2, 3, 4 അടുത്ത വീഡിയോസൊക്കെ കേട്ടോ. 2 പാർട്ടോ 3 പാർട്ടൊക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കൂടുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ഇപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടിടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും റീച്ച് കുറവാണ്. ഞാൻ വീഡിയോ ഇടാതെ നിന്നു. അതേമാതിരിക്ക് തന്നെ ഷോർട്ടാണ് കൂടുതൽ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ റീച്ച് നല്ല കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലുണ്ടല്ലോ റോഡുണ്ട് കേട്ടോ, അതിൽ കൂടെയാണ് പോവേണ്ടത്. അവിടെ നിന്ന് കുറച്ച് പോയാൽ മതിയേ. അപ്പോൾ ബാക്കിയിലൊന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്, മോളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡത്തതാണ് വീട്. അപ്പോൾ മോളുണ്ടല്ലോ സ്ലിപ്പും അതേമാതിരി തന്നെ ഐഡൻറ്റി കാർഡും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ മോനെയും കൊണ്ടുവന്ന് എല്ലാവരും കാണിക്കും ചെയ്യാം അങ്ങനെ വിചാരിച്ച് പോകുന്നതാണ്. അപ്പോൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞങ്ങളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാം കയറിയിട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ സൈഡിലേക്കായിട്ടാണ് മോക്ക് സ്ഥലം കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അത് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്, ചെറിയൊരു സ്കൂൾ. അവിടെ വെച്ചിട്ടാണ് വോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ വോട്ടൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങളുണ്ടല്ലോ ഡ്രസ്സ്, ചെരുപ്പ്, വള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പോവുകയാണ് ചെയ്തത് കേട്ടോ. നമ്മളൊരു 8-8:30 എപ്പോഴും കേക്കത്തലൊക്കെ അങ്ങാടിയിലാണുള്ളത്. നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും നമ്മൾ ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചും അങ്ങനെയൊക്കെ നേരം കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ആഗ്രഹിച്ചൊരു കല്യാണം, ഇനി കുറേ കാലമായി ആഗ്രഹിച്ച കല്യാണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവന് ഗൾഫിലായിരുന്നു. അപ്പോൾ വരുമ്പോൾ മാത്രമല്ലേ നോക്കും കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ ആദ്യമോന് ഷർട്ടും ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ കല്യാണത്തിൻ്റെ വീഡിയോയും ഷർട്ടും ഞങ്ങളെ ഡ്രസ്സൊക്കെ കാണിക്കാം കേട്ടോ. അതിൻ്റെ അവസാനം ഇങ്ങോട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആദ്യമേ ഉണ്ടല്ലോ കുഴങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അത്രയ്ക്ക് നേരത്തെ പോന്നിട്ട് ഞങ്ങൾ കുറേ ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായി കടയിൽ നിന്നുണ്ടല്ലോ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെയും ഇവിടെയും കയറി ഷർട്ടും അവന് അവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ. വേറെ കേക്കത്തൽക്കുന്ന തന്നെ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അതാ ബാക്കിയുണ്ടല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അങ്ങോട്ടൊന്ന് കണ്ടു നോക്കിയേ.